അപ്പൊ നിങ്ങൾക്ക് സക്കാത്ത് കിട്ടാൻ വേണ്ടി 2 ഓപ്ഷൻ. ഒന്ന്, എന്നെ നേരിട്ട് കണ്ടു കഴിഞ്ഞാൽ ചോദിച്ചാൽ ഇത് എന്റെ കയ്യിലുണ്ടാവും, ഞാൻ നിങ്ങൾക്കിത് ഇങ്ങനെ എടുത്തു തരും. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്, നിങ്ങൾ ഈ വീഡിയോ നിങ്ങൾ മാക്സിമം ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക. നിങ്ങൾ കമന്റ് ബോക്സിൽ നിങ്ങളുടെ പേരൊന്ന് കമന്റ് ചെയ്യുക, എന്നിട്ട് എനിക്കൊന്ന് മെസ്സേജ് ആയിക്കോട്ടോ. അപ്പൊ അങ്ങനെ ചെയ്യുന്നവർക്ക് ഇതേ ഗൂഗിൾ പേ ആയിട്ട് എന്തായാലും ആയിക്കോട്ടെ. എവിടെ വെച്ചാ വരാം? ഞാൻ ലൊക്കേഷൻ ആയിട്ട് പറഞ്ഞിട്ടില്ലല്ലോ, എവിടെ വരണ്ടെന്നില്ല ലൊക്കേഷൻ പറഞ്ഞിട്ടില്ലല്ലോ. പിന്നെ എന്താ ഗൂഗിൾ പേ ചെയ്ത് തരാണത്? എന്തൊക്കെ ഇപ്പൊ അതിന് വേണ്ടത്? ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഫ്രണ്ട്സുകൾക്കൊക്കെ അയച്ചു കൊടുക്കുക. ഇത്ര 50 റുപ്യ കിട്ടണത് എന്തോ അല്ലെങ്കിൽ ചെയ്യാം, അതൊന്നും പ്രശ്നമുള്ള കാര്യമല്ല. അല്ല, ഇപ്പൊ പിടിച്ച് ചെയ്തിട്ട് കിട്ടൂലേ? ഇതിന് ഡേറ്റും കാര്യങ്ങളും എന്തെങ്കിലും ഉണ്ട്? എന്ന് മുതലാണ് ഇതിന്റെ സ്റ്റാർട്ട് ആയിക്കുന്നത്, ഡേറ്റ് ഏതുവരെയാണെന്നുള്ളതൊക്കെ ഒന്ന് പറയാം. നമ്മുടെ ഫ്രണ്ട്സുകൾക്കൊക്കെ അയച്ചു കൊടുക്കണമെന്നുണ്ടെങ്കിൽ പോലും ഇപ്പൊ അയച്ചു കൊടുത്തിട്ട് ഇതിന്റെ ടൈമും ഇതൊന്നും ഇല്ലാതെ നമ്മൾ അയച്ചു കൊടുത്തിട്ട് കാര്യമില്ലല്ലോ. ഏത് മുതലാണ്, ഏത് ഡേറ്റിനാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്, ഏത് ഇത്ര വരെ ഉണ്ട് എന്നില്ല, അത് ടൈമൊന്നും ചോദിച്ചാൽ പറയുന്നത് കേൾക്കുന്നില്ല. ഒക്കെ പറയാം. 50 റുപ്യ കിട്ടണ കളയണ്ടല്ലോ. വേറെന്താ വേണ്ടത് അതിന്? എനക്കൊരു പെണ്ണൂടിയും കെട്ടിച്ചേരട്ടെ, തിരുപ്പതിയാവും എനക്ക്. അജയൻ ചേട്ടന്മാരാ പോത്തെ എനക്കൊക്കെ അന്തെന്ന് പറയുന്നത് ഇനി എന്താന്ന് നോക്കുക. ജക്കാത്ത് എന്ന് പറയുന്നത് അതിന്റെ അവകാശികൾക്ക് തേടി പിടിച്ച് കൊണ്ടേ കൊടുക്കേണ്ടതാണ്. അല്ല എന്റെ ഉമ്മരത്ത് വന്നിട്ട് എന്റെ കാലിലോട്ടിൽ വന്നിട്ട് കൈ കിട്ടേണ്ടതല്ല. അതിന്റെ അവകാശികളെ തേടി പിടിച്ച് ഇജ് കൊണ്ടേ കൊടുക്കണം. ഓലാണ് അതിന്റെ അവകാശികൾ, ഇജല്ല. എന്റെ മുതലിനനുസരിച്ച്, അത് സ്വർണ്ണമായാലും പണമായാലും എന്തായാലും അതിനനുസരിച്ചുള്ളൊരു വിഹിതം അത് അവിടെ അതിന്റെ അവകാശികളെ കൊണ്ടു കൊടുക്കണം. അല്ല അജ്ജ അവിടെ ഇങ്ങനെ ഓൺലൈനിൽ ഇരുന്നിട്ട് ഇങ്ങനെ സബ്സ്ക്രൈബ് ചെയ്യാനും മറ്റേ ഫ്രണ്ട്സുകൾക്ക് ഷെയർ ചെയ്യാനും ഉളുപ്പുണ്ടടച്ചങ്ങ എനിക്കൊക്കെ ഇത്ര പോരൂല ജി മനുഷ്യന്മാരെ പറയിക്കാനായിട്ട്.